അടുത്ത വാർത്തയാണ് 17 ഓഗസ്റ്റ്. മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു. മകൻ ഇങ്ങനെ അച്ഛനെ അടിക്കുകയാണ്. എന്തോ കുറ്റം, അച്ഛൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ല അച്ഛൻ എന്തോ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അച്ഛൻ ആക്ട് ചെയ്തു. അപ്പൊ മകൻ അടിച്ചു. അപ്പനെ നന്നാക്കാൻ വേണ്ടി ചെയ്തായിരിക്കും ചിലപ്പോൾ. അടിച്ചാണല്ലോ ശരിയാക്കുന്നില്ലേ. അപ്പോൾ ചിലപ്പോൾ ഇവന് ഇങ്ങനെ ശീലം ഉണ്ടാവും. അച്ഛൻ ഇങ്ങനെ അടിച്ചടിച്ച് പഠിപ്പിച്ച് കാണും. അപ്പൊ അച്ഛനെ മകൻ അടിക്കാൻ പ്രായമായപ്പോൾ ചിലപ്പോൾ അടിക്കുന്നതായിരിക്കും കാണുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതുമല്ല കാരണം. ഇതിനകത്ത് ഈ ചെറുക്കിന് പണ്ടേ പ്രശ്നമുള്ളതായിരിക്കും. എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ വല്ലതൊക്കെ ഉള്ള ചെറുക്കനായിരിക്കും. അപ്പൊ അവനിങ്ങനെ ട്രീറ്റ്മെന്റ് കിട്ടാതെ പോയി, അതങ്ങനെ വലുതായി, അത് കൂടി വന്നു. ഇതിന് മുമ്പ് ഈ അച്ഛനായിട്ടൊക്കെ ഇവൻ അടി ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ വീട്ടിൽ സ്ഥിരം പ്രശ്നമൊക്കെ ആയിരിക്കും. പക്ഷേ ഇനി വല്ല അബ്യൂസ് ഉണ്ടോ, ഡ്രഗ് അബ്യൂസോ ആൽക്കോളിക്കോ വല്ലതും ആയിരിക്കാം, അതും ഉണ്ടാവും ഇവർക്ക്. കാരണം അയാളെ ഒരു ഇതൊക്കെ കണ്ടിട്ട് മട്ടുംപാവ കണ്ടിട്ട് എന്തോ അടിച്ചു വരുത്തിയിരിക്കുന്നവരുണ്ട്, ഉറങ്ങാതിരിക്കുക. അപ്പോൾ അതുമല്ല കയ്യിലൊക്കെ പാടൊക്കെ ഉണ്ട്, കയ്യൊക്കെ ഒത്തിരി പ്രാവശ്യം മുറിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്ക് ചെറിയ പ്രശ്നത്തിലാണ് പുള്ളി. അപ്പൊ ഇയാൾക്ക് നേരത്തെ തന്നെ ട്രീറ്റ്മെന്റ് മെഡിക്കൽ അറ്റൻഷൻ ഒക്കെ കിട്ടേണ്ട ഒരാളായിരുന്നു, പ്രോപ്പർ കെയർ ഒക്കെ കിട്ടണം. പക്ഷേ ഒരു സാധാരണക്കാരനല്ല പാവപ്പെട്ടവരെ സംബന്ധിച്ച് ഇത് അത്ര എളുപ്പമല്ല. കാരണം ഇത് എളുപ്പമല്ലെന്ന് പറഞ്ഞാൽ ഇവർക്ക് അറിയത്തില്ല ഇതൊരു വിഭ്രാന്തിയാണ്, ഇതൊക്കെ ഒരു ദേഷ്യക്കാരൻ എന്ത് പറഞ്ഞാലും കലിപ്പ. പലയിടത്തും പ്രശ്നം ഉണ്ടാക്കി. ഇവരൊരിടത്ത് വീട്ടിൽ മാത്രമല്ല, ഇപ്പൊ പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കി. ഇപ്പൊ മോഹൻലാലിന്റെ പേരും പറഞ്ഞ ഒരാൾ വന്ന് എന്നെ ഇടിക്കുക. അവന് എന്തോ മാനസിക പ്രശ്നമില്ലേ? അയാൾ ഞാനും തമ്മിൽ എന്താ പ്രശ്നം? എനിക്ക് അയാൾ അറിയത്തില്ല, അയാൾക്ക് എന്നെ അറിയാം. ഞാൻ ആദ്യമായിട്ട് ഇവനെ കാണും. അപ്പൊ എനിക്ക് അയാളോട് എങ്ങനെ ഇടപെടാൻ പറ്റും? അതവന് മനസ്സിലാവുന്നില്ല. അതാണ് അവൻ്റെ കുഴപ്പം. അയാൾ വിചാരിക്കുന്നത് ഞാൻ ഇയാളോട് വീഡിയോയിലൂടെ സംസാരിക്കുമ്പോൾ ഞാൻ അയാളെ കാണുന്നുണ്ട്, അയാളെ എനിക്കറിയാം, അയാൾ എന്നെ വന്ന് കാണുമ്പോൾ അയാൾ വിചാരിക്കും എനിക്ക് അവനെ അറിയാം, അവൻ എന്നെ അറിയാം എന്നുള്ള രീതിയിലാണ്. സത്യത്തിൽ ഈ പറഞ്ഞ ആളെ എനിക്കറിയത്തില്ല, അല്ല അയാളെ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. അയാളായിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത സ്ഥലത്തോട്ടാണ് ഇയാൾ വന്നു കയറുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മാനസികത തെറ്റിയൊരു മനുഷ്യനാണ്. അതായത് മാനസികമായിട്ടൊരു വളർച്ചയില്ല. അപ്പം അവൻ എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയി ഉടനെ എന്താ വിചാരിക്കുന്നത്, ഓ അവൻ ഇങ്ങനെയുള്ള ഒരാൾ ആരാധന മൂത്തിട്ടാണ്. അങ്ങനല്ലത്. അത് ഇനിയും പല സ്ഥലത്തും ഇതേപോലുള്ള കാര്യങ്ങൾ എന്ത് കണ്ടാലും ഇത്തരം അടിയിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഉപദ്രവിച്ചേ പറ്റൂ എന്ന നിലയിലേക്ക് ആളുകൾ പോകുന്നു എന്ന് പറയുന്ന ഒരു മാനസിക ഭ്രാന്തിയാണ്. അത് എവിടെ കണ്ടാലും ശ്രദ്ധിക്കണം. അതിപ്പോൾ മക്കളാണെങ്കിലും അച്ഛനാണെങ്കിലും ചില തന്തമാരെ കണ്ടിട്ടില്ലേ, അവര് പിള്ളേരെ തല്ലി ചതയ്ക്കും, തല്ലി കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഉപദ്രവമായിരിക്കും. ആ ഉപദ്രവകാരികളായ ആൾക്കാരെ വേണം ട്രീറ്റ്മെന്റിന് വിധേയരാക്കാൻ. അപ്പൊ ഇവൻ ഇതിനു മുമ്പ് കുറെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാണാതെ പോവുകയൊക്കെ ആയിട്ട് അവസാനം ആള് ചത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വാർത്തയാവുന്നു, സംസാരമാകുന്നു എന്നുള്ളതാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് തുടക്കത്തിലെ ചെറിയ പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ഇതിന് ചികിത്സിച്ചിരുന്ന ഇയാൾ കൊല്ലത്തൊന്നുമില്ല. ആ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് എവിടെ ഇരിക്കുന്നതിന് സമാധാനമായിട്ട്. ഇത് പൈസ ഉള്ള ആൾക്കാരുടെ വീടുകളിലാണെങ്കിൽ ഇത്രയും പിള്ളേരെ ആശുപത്രികളിലെത്തി. അപ്പൊ തന്നെ ഡോക്ടർമാർ അതിനെ കൃത്യമായി ആ രോഗാവസ്ഥ മനസ്സിലാക്കുകയും ചികിത്സ നടത്തുകയും അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം അല്ലെ കെയർ ചെയ്യണം എന്നുള്ളൊരു പഠനമൊക്കെ ഈ പേരൻസിന് കിട്ടും. അപ്പൊ അവർ അയാളെ ട്രിഗർ ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ അയാൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ കാര്യം നടത്താനൊക്കെ ഈ പൈസ ഉള്ളവർക്കൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഒരു മിഡിൽ ക്ലാസ് മുതൽ ലോ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് ഇത് പറ്റാതെ പോകുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ടും ആരോഗ്യ സുരക്ഷാ വകുപ്പിനാണ്. ഈ മരണത്തിന്റെ പ്രശ്നം ആരോഗ്യ സുരക്ഷാ വകുപ്പിനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനത്തിനെ കൺസിഡർ ചെയ്യാത്തൊരു നാട്ടിൽ ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയാൽ എന്തോ അവിടെ അതിനുള്ള ഒരു ഫെസിലിറ്റി തന്നെ ഉണ്ടാവണമെന്നില്ല. എന്നുവെച്ചാൽ മനസ്സിലാവുന്നില്ല. അതല്ലടോ, ഇതൊരു തല്ലുണ്ടായി, നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. അവിടെ നേരെ ഇതിനെ പോലീസുകാർ വേണം ഈ ഡിപ്പാർട്ട്മെന്റിൽ എത്തിക്കാനും ആ ഡിപ്പാർട്ട്മെന്റ് അതിനനുസരിച്ചുള്ള കെയറും കൊടുക്കണം. മനസ്സിലായി? ഈ പേരൻസ് അടക്കം കൗൺസിലിംഗ് അവിടെ കൊടുക്കേണ്ടി വരും. ഈ അടിയും പിടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ മൊത്തത്തിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായി? അക്രമത്തിലെത്തുന്ന ഏതൊരു മനുഷ്യനെയും, അത് ആരും ആയിക്കോട്ടെ, ഇപ്പൊ കടിക്കുന്ന പട്ടിയെ തല്ലിക്കൊല്ലണമെന്ന് പറയുന്നത്, പട്ടി കടിക്കുന്നതിന് പിന്നെയും കുറച്ചുകൂടെ സമാധാനമുണ്ട്, അതിന് അത്രയും ബുദ്ധിയുള്ളെന്ന് പറയും. പക്ഷെ മനുഷ്യൻ ആ പട്ടിയുടെ ബുദ്ധിയുടെയും താഴേക്ക് പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബുദ്ധിക്ക് എന്തോ കുഴപ്പം ഉണ്ടായിട്ടില്ലേ? അതെന്താ മനസ്സിലാവാത്തെ? എന്നിട്ട് ഈ അടിക്കുന്നതിനെ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവനെ മാത്രം പേടിക്കും. ചിലപ്പോൾ അവന് ചിലപ്പോൾ പേടി ഉണ്ടാവും. അവനെ തിരിച്ചടിക്കുന്ന ഒരാളെ കണ്ടാൽ ചിലപ്പോൾ അവൻ പേടിക്കും, അവനെ അടിക്കത്തില്ലായിരിക്കും. പക്ഷെ അല്ലാതെ അയാൾ അടി തിരിച്ച് കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ അടിക്കും. അതിപ്പോൾ അപ്പനെ അടിച്ചത് അപ്പനോട് ദേഷ്യം വന്നു പെട്ടെന്ന്. അപ്പൻ വയോധികനായ അയാൾക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റത്തില്ല, ചെറുത്തിരിക്കാൻ പറ്റത്തില്ല. ഇവൻ വേറെ എവിടെ അടി ഉണ്ടാകുമ്പോൾ മേടിക്കാറുണ്ടാവും. മനസ്സിലായോ? ഇവന്റെ കയ്യിലുള്ള ഈ പാടുകൾ, ഇങ്ങനെ ഇവിടെ എല്ലാം മുറിവിന്റെ പാട് ഈ ചെറിയ ഫോട്ടോയ്ക്ക് തന്നെ കാണാൻ പറ്റും. അവൻ പല പ്രാവശ്യം ദേഹം അവനെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ സാഡിസ്റ്റിക് നേച്ചറുള്ള ഏതോ ഒരു പ്രശ്നം കൂടെ പാരലലി ഓടുന്നുണ്ട്. വല്ല സ്കിറ്റ്സോഫ്രീനിയോ ബൈപ്പോളാറോ അതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അല്ല, അങ്ങനെ ഓരോ പേരുകളാണല്ലോ ഇതിന് ഇട്ടേക്കുന്നത്. ഇത്തിരി പരിപാടിക്ക് മാനസിക രോഗം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഒരു അപ്പനെ അങ്ങ് തല്ലിക്കൊല്ലുക, എന്തോ ദേഷ്യം വന്നപ്പോൾ. ഇത് പല പ്രായത്തിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ ആത്മഹത്യാ ആത്മഹത്യാ പ്രവണതയൊക്കെ ഉണ്ടാവും. അപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആൾക്കാർ ചില സമയത്ത് കൈയൊക്കെ മുറിക്കും ഇങ്ങനെ. അത് അവരുടെ ആ സാഹചര്യം അത്ര ടൈറ്റായി വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രഷർ കൂടിയിട്ട് ഇതുപോലൊരു ഒരുത്തം നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന് വേണേൽ ആത്മഹത്യക്ക് ശ്രമിക്കാം. കാരണം അയാൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനും പറ്റത്തില്ല, പെട്ടിരിക്കുകയാണ്, വേറെ നിവൃത്തിയില്ലെന്നൊക്കെ പറയുന്ന സാഹചര്യം ഒന്ന്. പക്ഷെ അല്ലാതെ ഈ പ്രശ്നങ്ങൾ പൊതുവെ കാണത്തില്ല. സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നത്തിന് അത്രയും പ്രശ്നം ഇല്ലാത്ത ഒരാൾ വീട്ടിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കൈമുറിക്കുക, വിഷമടിക്കുക എന്നൊക്കെ പറയുന്നത് രോഗാവസ്ഥയാണ്. ഇത് രണ്ടും തമ്മിൽ മനസ്സിലാക്കണം. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലർ ഈ ബാങ്കുകാർ ഭയങ്കര കടമൊക്കെ ആയിട്ട് ബാങ്ക് ജപ്തി ചെയ്യുന്നു പറയുമ്പോൾ ഒരു കുടുംബം മൊത്തമൊക്കെ ഒരു കുടുംബനാഥൻ ആ ഭാര്യയെ മക്കൾക്ക് വല്ലതും വിഷം കൊടുത്തും കെട്ടി തൂക്കി കൊല്ലുകയൊക്കെ ചെയ്തിട്ട് ആത്മഹത്യ ചെയ്യുന്ന സീനൊക്കെ അത് വേറെയാണ്. അത് മാനസിക രോഗമൊന്നുമല്ല, അത് മാനസിക രോഗി ആക്കുന്നതാണ്. അതാണ് ആത്മഹത്യ പ്രേരണ ശരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആത്മഹത്യ പ്രേരണ നടത്തിയിരിക്കുന്നത് ബാങ്കും ഈ പലിശക്കാരുമാണ്.
എന്നിട്ട് അതിനില്ലാത്തൊരു കുഴപ്പമാണ് ഇവിടെ ഈ മാനസിക പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ലാസ്റ്റ് വന്ന് ട്രിഗറിംഗ് പോയിന്റ് എവിടെയാണോ ആ ട്രിഗർ ചെയ്ത ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അയാളാണ് ഈ എന്തിന് ഉത്തരവാദി മരണത്തിന് കാരണം എന്നൊക്കെ പറയുന്ന തരം പരിപാടികൾ കുറേ എണ്ണം കണ്ടു. അതിനകത്തൊരു പാർട്ടിക്കാരി ഒരു പെണ്ണൊരു അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് മരിക്കുന്ന സമയത്ത് പെട്ടിട്ടുണ്ട്. ഈ ഷിംജിതയുടെ ഇഷ്യൂവിനകത്ത് ബസ്സേ കയറിയ ദീപക് മരിച്ചതിനകത്ത് ഷിംജിത പെട്ടിട്ടുണ്ട്. അതിനെ നിയമവ്യവസ്ഥ പോലും കൈകാര്യം ചെയ്യുന്നത് ആ രീതിക്ക് മാത്രമാണ്. ഇവർക്ക് ഇത് രണ്ടും നമ്മൾ വ്യത്യാസം അറിയാത്ത പോലെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണക്റ്റഡ് ആണല്ലോ. ഇതെല്ലാം മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. ഇതിനെ എത്രയും പെട്ടെന്ന് ഒരു ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വകുപ്പ് മാനസിക ആരോഗ്യത്തെ കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആളെ പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ, ഇവിടെ നാട്ടിൽ പോയി അന്വേഷിക്കുകയാണെങ്കിൽ അവൻ്റെ കൂട്ടുകാർ പറയും, ഇവൻ്റെ ടീച്ചേഴ്സ് പറയും. അങ്ങനെയൊക്കെയാണ് ഒരാളെ റിവ്യൂ എടുക്കേണ്ടത് നമ്മൾ. അല്ലാതെ ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് ഈ ഇൻസിഡന്റ് കാണുമ്പോഴേ അറിയാം എന്താ പ്രശ്നം. പക്ഷേ അതിന് മുമ്പ് തന്നെ അത്രയും ഇയാൾക്ക് സ്റ്റോറീസ് ഉണ്ട്, ഇയാളുടെ കയ്യിലെ മുറിവുകളുണ്ട്. അത് ഓരോ സിറ്റുവേഷനിൽ ഇയാൾ റിയാക്ട് ചെയ്താണ് കാണുന്നത്. ഇതിന് മുമ്പും പലരോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടാവും, ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ടാവും, ഡ്രഗ് അബ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് കഞ്ചാവിൻ്റെ പ്രശ്നമാണെന്ന് പറയരുത്, അവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്. ഇതെല്ലാം കഞ്ചാവാന്ന് പറഞ്ഞാൽ ആ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പോൾ എന്തോ മേടിക്കാനാണ്, ഇല്ലീഗലായിട്ടുള്ള സാധനമാക്കി വെച്ചേക്കുന്നത് എടുത്ത് അടിച്ചിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്ന് ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നതാണ് ഈ ആരോഗ്യ സുരക്ഷാ വകുപ്പൊക്കെ ചെയ്യുന്ന തെണ്ടിത്തരം. അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഈ ആൾക്കാരുടെ ഇവന്റെ അടക്കം പാരമ്പര്യമായിട്ട് ഇവരുടെ ആൾക്കാരുടെ ചുറ്റുവട്ടത്തേക്കുന്നവരുടെ എല്ലാവരുടെയും ടാക്സ് മേടിച്ചിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ വിട്ടുകൊടുത്ത ഗവൺമെന്റാണ് നമ്മുടെ ഗവൺമെന്റ്. അങ്ങനെ ഒരു പ്രത്യേക ഗവൺമെന്റുണ്ട്. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കും പിടിച്ചുപറിക്കും ബലാത്സംഗത്തിനും മോഷണത്തിനും ഒക്കെ ഈസിയായ സൊല്യൂഷൻസ് ഉണ്ട്. ഇത് മാക്സിമം നടക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിൽ ആളുകളെ കണ്ടെത്തി അതിനുള്ള ചികിത്സയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എന്നൊക്കെ പറയുന്ന പോലത്തെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് പല രാജ്യക്കാർക്കും. വികസിത രാജ്യങ്ങൾ, അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്തിരി കുട്ടികളെയൊക്കെ കൊച്ചിലെ ഐഡന്റിഫൈ ചെയ്ത് അവരെ കുറച്ചുകൂടെ ബെറ്റർ ആൾക്കാരെ മാറ്റി നല്ല രീതിയിലുള്ള ജീവിക്കാൻ അവർക്കും അവരുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ പറ്റുന്ന തരത്തിൽ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉള്ള സാഹചര്യം മറ്റ് നിലവാരമുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് അത് പറ്റത്തില്ല, നടക്കത്തില്ല. എല്ലാം കള്ളന്മാരും അഴിമതിയും സ്വന്തം കാര്യം സിന്ദാബാദ് മാത്രം ആയതുകൊണ്ട് പറ്റുന്ന ഈ പറഞ്ഞ ആളുകൾ അങ്ങനെ തന്നെ ആയിരുന്നേ. ഇയാളുടെ അപ്പനും ഇവനും ഇവനെ ചുറ്റുപറ്റി നിൽക്കുന്നവരെല്ലാവരും ആ സ്വന്തം കാര്യം സിന്ദാബാദാ, മനസ്സിലായില്ല. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും എൻ്റെ വീട്ടിൽ പറ്റിയിട്ടില്ല ഇതുവരെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ സേഫാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാകത്തില്ല എന്നൊക്കെ എല്ലാവരും ജീവിക്കുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ മാനസിക നില തെറ്റുന്നതും അല്ലെങ്കിൽ ഒരു അക്രമത്തിന് ഇരയാവുന്നതും ഒക്കെ ഒന്നും നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ആയിരിക്കത്തില്ല. ഇപ്പോൾ നാച്ചുറൽ കാലാമിറ്റീസ്, ഇപ്പോൾ അവിടെ ഉരുൾപൊട്ടി കുറച്ച് പേര് മരിച്ചു, എനിക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല. ഭൂമി ഇറങ്ങി ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. കടൽ ഇരമ്പി കയറി, അപ്പോൾ കടത്തീരത്തുള്ളവരെല്ലാം മരിച്ചു പോയി, സുനാമി അടിച്ചു, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വെള്ളം കയറുമ്പോൾ ഈ വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. പാലക്കാട് മറ്റേ സൂര്യതാപം ഏറ്റ ആൾക്കാർ മരിക്കുമ്പോഴും എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇതെല്ലാം ഗവൺമെന്റ് ഉത്തരവാദിത്തങ്ങളാണ്. ഈ വെള്ളം പൊങ്ങുന്നതിനകത്ത് ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ പറയില്ലേ, റോഡിന് വീതി കൂട്ടുന്നത്, റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ റോഡിന് വീതി കൂട്ടുന്നത് പോലെ ഈ ആറിന്റെയും പുഴയുടെയും കായലിന്റെ ഒക്കെ ആഴം കൂട്ടണം. അത് മാന്തിയേ പറ്റത്തുള്ളൂ. അതൊരു ഡെവലപ്മെന്റ് ഇതാക്കി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ചെയ്യും. തോട്ടിൽ ചെയ്യും. അത് വരുന്ന ഇപ്പൊ തന്നെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട്, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മണൽവാരിലൊക്കെ നിരോധിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പോരാത്തിന് ഈ കണ്ടങ്ങളും ഈ പറഞ്ഞ പോലത്തെ പുഴകളും അരുവികളും എന്തോ ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം ഡിപ്പോസിറ്റ് ആയിട്ട് ഒരു ഇഞ്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വ്യാപിച്ചു കിടക്കുന്ന കൂടുതൽ സ്ഥലത്തും എന്താ പറയുക വെള്ളം നിൽക്കുന്ന കേരളത്തിൽ ആ ഒരു ഇഞ്ച് എന്ന് പറയുന്നത് എത്ര അടി പൊക്കത്തിലായിരിക്കും. ചുമ്മാ ആലോചിച്ച് നോക്ക്. ഇവർ ഈ പറയുന്ന ഡാം പൊട്ടി വരുമ്പോൾ ചെളി ഇത്രയും വരും, അത് കൊച്ചി മൂടും എന്നൊക്കെ പറയുന്ന അത്രയും ചെളി കിടക്കുക. ഇതൊക്കെ മാറണം. അത് എവിടെയെങ്കിലും കൊണ്ട് എന്തിനും കാണിക്കണം. എല്ലാവരും എന്ത് ചെയ്യണം? ഇതൊക്കെ മാന്തിയിട്ട് വേണം അത് കരയെ കൊണ്ട് ഡംപ് ചെയ്യാൻ. അല്ലാതെ മല മുറിച്ചിട്ട് വേറെ തോണ്ടിടുകയല്ല ചെയ്യേണ്ടത്. ഇത് നേരെ തിരിച്ചാ ചെയ്യേണ്ടത്. ഇത് ആറ്റിൽ മാന്തണ്ട മുഴുവനും. ഇത് മാന്തി കുഴിച്ച് പോയാൽ ആ വെള്ളം അതുവഴി പൊക്കോളും. വെള്ളം മനഃപൂർവ്വം രാവിലെ എഴുന്നേറ്റ് മഴ അങ്ങോട്ട് പെയ്ത് കഴിയുമ്പോൾ വീടുകളെല്ലാം എനിക്ക് നശിപ്പിക്കണമെന്ന് വരുന്നൊന്നുമല്ല. വെള്ളവും വായും വെളിച്ചവും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് അതിന്റെ രീതി. അങ്ങനല്ലേ? അല്ലാതെ അപ്പോൾ അത് മാന്തി കൊടുക്കണം. അതിനും ഈ പറഞ്ഞ ഈ ഇവിടെയുള്ള സകല സ്ഥലത്തെയും ബ്ലോക്കുകൾ മാറ്റണം. അവിടെ കെട്ടിക്കിടക്കുന്നത് അതിന്റെ ലെവൽ ആർക്കെങ്കിലും അറിയാമോ? ഇതിന്റെ ഡെപ്ത് എത്രയായിരുന്നു ഒരു 15-20 വർഷം മുമ്പ്, അല്ലെങ്കിൽ 50 വർഷം മുമ്പ് ഡെപ്ത് എത്ര ആർക്കെങ്കിലും കണക്കുണ്ടോ? അങ്ങനെ അത് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ ചെക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്? അതിപ്പോൾ തുടങ്ങണ്ടേ? ഇത്രയും പ്രാവശ്യം 8-10 വർഷമായി ഫ്ലഡ് വന്നിട്ട്, 8 വർഷത്തോളമായി ഈ ഫ്ലഡ് വന്നു. ഇപ്പോൾ ഈ വീണ്ടും വരുന്നുണ്ട്. പെട്ടെന്ന് മഴ പെയ്യുന്നു, പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങി അങ്ങ് പോകുക. അല്ല അവിടെ കിടക്കുമല്ല വെള്ളം. അത് ആ ഒഴുകി പോകേണ്ട ഏത് പാതയാണോ അതുവഴി പോകാതെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ക്വാണ്ടിറ്റിയിലാണെന്നാണ് പറയുന്നത്. പക്ഷേ കൂടുതൽ മഴ പെയ്താൽ പോലും അപ്പോൾ ഇതിനനുസരിച്ച് ഈ സാധനം വെട്ടിവിട്ടാൽ അതങ്ങ് എത്തും. ഇതെല്ലാം ഇവിടെ തന്നെ ഉള്ളത്. ഇങ്ങോട്ട് ആവിയായിട്ട് പോയിട്ട് ഇപ്പുറത്തൊന്നും പെയ്യുന്നു നല്ലതാണ്. പറഞ്ഞങ്ങോട്ട് ഇവിടെ എല്ലാം കൂടെ ഈ ഭൂമിയിലോട്ട് തള്ളി കയറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. തൽക്കാലം ഞാൻ ഈ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്ന എല്ലാ വിശദമായ പഠനങ്ങൾക്ക് ശേഷം ഞാൻ കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ.